ഹായ്, ഇന്ന് ഞാൻ എൻ്റെ ഫ്ലോപ്പായി പോയ 3 ലെയർ ബ്രെഡ് പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. നിങ്ങൾ എന്തായാലും ഇത് കണ്ടു നോക്ക്. സത്യം പറഞ്ഞാൽ വീഡിയോ ഇങ്ങനെയൊന്നും ഇടണമെന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. നല്ല അടിപൊളിയായിട്ട് ഇടണമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനാ, സംഭവം ഫ്ലോപ്പായി പോയെന്നേ. ഞാനത് അതിലേക്ക് പാലും അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തപ്പോഴത്തേക്ക് കൈയൊന്ന് വിറച്ച്. അപ്പോൾ ഞാൻ വെച്ചത് എന്താ സംഭവം, എങ്കിലും കുഴപ്പമില്ല, ഞാൻ അവിടേക്കൊന്ന് ക്ലീനാക്കി കോൺഫിഡൻസോടുകൂടി തന്നെ മുന്നോട്ട് പോയി. സത്യം പറഞ്ഞാൽ വേറൊരാളെ വീഡിയോ കണ്ട് കൊതിമൂത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയത്. ഇങ്ങനെയും ഫ്ലോപ്പ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് കോഫി മാറ്റ് ഇട്ടു. കോഫി മാറ്റിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. അതുകൊണ്ട് കോഫി മാറ്റൊക്കെ ഇട്ട് കലാപരമായിട്ട് തന്നെ അങ്ങ് തുടങ്ങി. ആ പാലും കോഫി മാറ്റും എല്ലാം കൂടെ തിളച്ച് പൊങ്ങി വരുമ്പോഴത്തേക്കും ഒരു നല്ല മണം വരും. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇന്ന് പുഡിങ് എന്തായാലും അടിപൊളിയായിരിക്കും. സത്യമായിട്ട് ഞാൻ വിചാരിച്ചു നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. പാല് തിളച്ച് പൊങ്ങിയപ്പോഴത്തേക്കും അതിന് തണുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് മാറ്റിയും വെച്ചു. അപ്പോഴതാ നമ്മുടെ കഥാനായകൻ വന്നല്ലോ. ഇതാരാന്ന് മനസ്സിലായോ? ഞാനിതാ ഓഫറിൽ നിന്ന് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഓഫറിൽ കണ്ടിട്ട് വാങ്ങിച്ചപ്പോൾ ഞാൻ വെച്ചത് എന്തായാലും വിപ്പിംഗ് ക്രീം അല്ലേ, അത് നല്ലതായിരിക്കും എന്ന് വെച്ചു. പക്ഷേ ഇതെന്തോ ഒരു പാറക്കല്ല് പോലെ ഇരുന്നു. ഞാൻ ഒരുപാട് വലിച്ച് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് പോലും ഇത് പാറക്കല്ല് പോലെ ആയിരുന്നത്. ഞാൻ വിചാരിച്ചു ഇത് വിപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് റെഡി ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ വിപ്പ് ചെയ്തപ്പോഴത്തേക്ക് 8ൻ്റെ പണിയാണ് കിട്ടിയത്. നിങ്ങൾ കണ്ടു നോക്ക്. ആദ്യം ഞാൻ പഞ്ചസാര കയ്യിലെടുത്തില്ലേ, അപ്പോൾ കൈയൊന്ന് ചെറുതായിട്ട് വിറച്ചില്ലേ. അപ്പോഴെനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ കാര്യം നന്നായിട്ട് മനസ്സിലായി. എന്താണെന്ന് എനിക്ക് മനസ്സിലായി, പണി പാളി. എന്നാലും ഞാൻ തളരില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോയി. ഞാൻ അവിടെയൊക്കെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് അതിനെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടു. പക്ഷേ വിപ്പിംഗ് ക്രീമിൽ എനിക്ക് അത്ര ഒരു ടേസ്റ്റ് തോന്നിയില്ല. അങ്ങനെ ഞാനെന്ത് ചെയ്തു, റൂഹഫ്സ ഒഴിച്ചു. റൂഹഫ്സ അറിയാമല്ലോ, നല്ല ഒരു ഫ്ലേവർ അല്ലേ അത്. അങ്ങനെ ഞാൻ റൂഹഫ്സ അതിലേക്ക് ഒഴിച്ചു. ചത്താലും ചമഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞ പോലെ ഉള്ള സാധനം എല്ലാം അതിലേക്ക് ഇട്ടു. എല്ലാം എനിക്കിപ്പോൾ കേടായിപ്പോയ അവസ്ഥയാണ്. ഞാൻ അതിലേക്കിട്ട് ഇതാ വീണ്ടും വിപ്പ് ചെയ്തെടുത്തു. അപ്പോഴത്തേക്കും ഓക്കെയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഓക്കെ, നല്ലൊരു ഫ്ലേവർ തോന്നി. പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഇനി ഒരു സാധനം കൂടെ ആവശ്യമുണ്ട്. അതാണ് ജെല്ലി. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ ഇവിടെ ഏതാണ്ട് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ പാല്, അത് നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇനി നമ്മുടെ ബ്രെഡിനെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നത് ഈ പാല് വെച്ചിട്ടാണ്. അപ്പോൾ ആ പാലിലെ ടേസ്റ്റ് ഒക്കെ ഈ ബ്രെഡിലേക്ക് പിടിക്കും. ഈ ബ്രെഡാണ് ഏറ്റവും താഴത്തെ ലെയർ. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിലെ ലെയറായി വെക്കാനുള്ളത് നമ്മുടെ വിപ്പിംഗ് ക്രീമാണ്. അതുകൂടി ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് ഇതിനെ ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വെച്ച്. അപ്പോൾ ഞാനിത് 1-1.5 മണിക്കൂർ വെച്ചായിരുന്നു. വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്ത് നമ്മുടെ ജെല്ലി എടുത്ത് ഒഴിച്ചു കൊടുത്തു. പക്ഷേ സംഭവം പാളിപ്പോയി. എന്തെന്ന് എനിക്കറിയില്ല, വിപ്പിംഗ് ക്രീം റെഡിയായില്ല. അത് ആകപ്പാട് കണ്ടില്ലേ, ഞാൻ അതും കൂടെ ഒഴിച്ചപ്പോൾ ഇങ്ങനെ പൊന്തി വന്നു, മറ്റേ സയൻസ് എക്സിബിഷൻ പോലെ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാതെ വെറുതെ ഇരുന്നാൽ മതി എന്ന് വരെ ഞാൻ ആലോചിച്ച് പോയ ഒരു നിമിഷമായിരുന്നു ഇത്. ആ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒന്ന് കട്ടിയായിരുന്നു, പക്ഷേ പിന്നെ അത് അതേപോലെ ലൂസായി പോയി. എന്തായാലും കുക്കിംഗ് വീഡിയോ ഫ്ലോപ്പായി. ഞാൻ വീഡിയോ എടുത്തു പോയത് അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ബൈ.